കാലത്ത് ധനകാര്യമന്ത്രി ശ്രീ കെ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിലെ ജനങ്ങളെ തീർത്തും നിരാശയിലാക്കുന്ന ബജറ്റാണ്. കേരളത്തിന്റെ മൂർത്തമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോ പുത്തരിക്കണ്ണ മൈതാനത്ത് കെ ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സംസ്ഥാനം കേരളമാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. കേരളത്തിൽ വ്യാവസായിക രംഗം തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റ് മുമ്പോട്ട് വച്ചിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. 10ാം ധനകാര്യ കമ്മീഷനിൽ 3.2% വിഹിതം ലഭിച്ചിരുന്നു എന്നുള്ള കണക്കാണ് ഇപ്പോഴും ധനകാര്യ വിദഗ്ധനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിയമസഭയിൽ ഒരു ബജറ്റിൽ പറയാൻ കഴിയുന്നത്? ധനകാര്യ കമ്മീഷൻ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് ധനകാര്യ മന്ത്രിമാരെയും ധനകാര്യ വിദഗ്ധന്മാരെയും നേരിട്ട് വിളിച്ചിരുത്തി വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഓരോ സംസ്ഥാനത്തിന്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധനകാര്യ കമ്മീഷൻ നികുതി ഇനത്തിലും മറ്റ് വിഹിതത്തിന്റെ കാര്യത്തിലുമുള്ള തീരുമാനമെടുക്കുന്നത്. 25 വർഷം മുമ്പ് കേരളത്തെ എങ്ങനെയായിരുന്നു കേന്ദ്രം പരിഗണിച്ചിരുന്നത്? ഇന്ന് എത്ര വലിയ മാറ്റങ്ങൾ അതിനുശേഷം വന്നിരിക്കുന്നു. ഇതൊന്നും കാണാതെയാണ് ധനകാര്യമന്ത്രി ഈ തരത്തിലുള്ള സുപ്രീം കോടതിയിൽ പോലും പരാജയപ്പെട്ട വാദങ്ങൾ ഈ ബജറ്റിലും ആവർത്തിച്ചു. ഈ ബജറ്റ് ആളുകളെ കബളിപ്പിക്കുന്ന ബജറ്റാണ്. ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ MSME, സ്റ്റാർട്ടപ്പുകൾ, ഇതിനെല്ലാം വേണ്ടി എത്ര വലിയ തോതിലുള്ള സഹായമാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നത്. എന്നാ കേരള ഗവൺമെന്റ് സംരംഭകത്വം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും ചെറുപ്പക്കാരെ സഹായിക്കാനും ഇവരെന്താ നീക്കി വെച്ചിരിക്കുന്നത്? ഈ ബജറ്റിൽ ഒന്നും എടുത്തു പറയുന്ന ഒരു കാര്യവും സംസ്ഥാന ബജറ്റിൽ നീക്കി വെച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അദ്ദേഹം പറയുന്നത്. എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? റെഗുലർ കോളേജിൽ പോലും കുട്ടികൾ പോകുന്നില്ല. പ്രസ്റ്റീജിയസ് കോളേജുകളിൽ പോലും സാധാരണ ഡിഗ്രി ക്ലാസ്സുകളിൽ പകുതി സീറ്റ് ഒഴിഞ്ഞു. യൂണിവേഴ്സിറ്റികൾ നാഥയില്ല കളരിയെ. ഉന്നത വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായിട്ട് തകർന്നു. 5 കൊല്ലം മുമ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസ് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ 10 കൊല്ലം മുമ്പ് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചവരെ നിലത്തിട്ട് അടിച്ചവരാണ്. ഇപ്പൊ പുതിയ വിദേശ സർവകലാശാല സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ടുള്ളത് കേരള ഗവൺമെന്റിന് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് ഈ ബജറ്റ് കാണിക്കുന്നത്. എല്ലാ മേഖലയിലും ഈ ബജറ്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു മൈതാന പ്രസംഗമാണ് ശ്രീ ബാലഗോപാൽ നിയമസഭയിൽ സംഭവിച്ചു. അതായത് ഈ കാര്യത്തിൽ വസ്തുത ബാലഗോപാലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം എക്കണോമിക്സ് അറിയുന്ന ആളാണ് ഇവിടുത്തെ കമ്മീഷണർ. ഞാൻ പല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടു. പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ ആണെന്നുള്ള വ്യാജ നെറേറ്റീവിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ അതിന്റെ ഫലമാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം ഞങ്ങളല്ല, ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം അപ്പുറത്തിരിക്കുന്ന മോദിയാണ്. ഇതാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവ്. അതിനെ VD സതീശൻ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അവർ സമരം നടത്തിയോണ്ട് കാര്യമില്ല. വയനാടിനെ കുറിച്ച് കേരള ഹൈക്കോടതി സർക്കാരിന്റെ അവസാനം തിരുത്തി പറയേണ്ടി വന്നപ്പോഴും സതീശൻ നിലപാട് മാറ്റിയില്ല. കാരണം സതീശന് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം മോദി സർക്കാരിനെ വിമർശിക്കാനാണ്.
അതുകൊണ്ട് UDF-ന്റെ സമര പ്രഖ്യാപനം വിജയിക്കില്ല. കാരണം എന്താണ്, ഈ ഒരു വ്യാജ നറേറ്റീവ് ആഖ്യാനം LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സഹായം കേന്ദ്രം നൽകിയിട്ടുണ്ട്. 371 കോടി രൂപ ഏവറേജ് റെയിൽവേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന UPA ഗവൺമെന്റിന്റെ 10 കാലം മാറി 3400 കോടി വരെ എത്തി നിൽക്കുമ്പോഴും VD സതീശൻ പ്രാധാന്യം കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി മോദിയെ വിമർശിക്കാനായിരുന്നു. അതുകൊണ്ട് ഈ ലെഫ്റ്റിന്റെ നറേറ്റീവ് പരാജയപ്പെടുത്താനുള്ള പ്രാഥമിക ബാധ്യത VD സതീശനും UDF-നായിരുന്നു. അവരത് ചെയ്തില്ല. അവര് ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി, മോദിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഈ നറേറ്റീവിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു. അതുകൊണ്ട് ആവശ്യങ്ങളാണുള്ളത്. അതിന് ആ സംസ്ഥാനത്ത് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ എന്താണ്, അതൊന്നും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രോജക്റ്റും നിർഭാഗ്യവശാൽ ഇന്നത്തെ ബജറ്റിലും ഇല്ല. 5ാമത്തെ ബജറ്റിൽ ബാലഗോപാൽ അവതരിപ്പിച്ച് ചെയ്യുന്നത് സമ്പൂർണ്ണ നിരാശ നൽകുന്നുണ്ട്. സമരമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. LDF UDF സമരത്തിന് അറിയുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഞങ്ങൾ സമരമൊക്കെ ചെയ്യും. അല്ല, അതിപ്പോ ഇന്ന് ബജറ്റ് കഴിഞ്ഞാലോ. ഞങ്ങൾ കേന്ദ്ര ബജറ്റും കേരള ബജറ്റും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ആദ്യഘട്ടത്തിൽ വലിയ പരിപാടികൾ വെച്ചിട്ടുണ്ട്. കേന്ദ്ര പിന്നെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ ഇതിനു വേണ്ടി വരുന്നുണ്ട്. എന്താണ് കേന്ദ്രം ചെയ്തത്, എന്ത് ചെയ്യാമായിരുന്നു കേരളത്തിൽ, അതിനെ സംബന്ധിച്ച് ആദ്യം, അത് കഴിഞ്ഞിട്ട് സമരം. മോദി സർക്കാർ പറഞ്ഞതെല്ലാം അക്ഷരം ഒരു നടപ്പാവുക. ഇത് പറഞ്ഞ് ഇത്രയും 5 കൊല്ലം അവതരിപ്പിച്ച ബജറ്റിൽ ഇപ്പോഴും ഞാൻ കാണിച്ചില്ല എന്തെല്ലാം പടായിയാണ് ഈ ധനകാര്യ ബാലഗോപാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ നടപ്പിലാക്കി? അല്ല, എനിക്ക് തോന്നുന്നില്ല ഇവർ കൊടുക്കുന്നു. ഇവരിപ്പോ അതിന്റെ അടിയിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ബാഹ്യ ഏജൻസികളിൽ നിന്ന്, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികളിൽ നിന്നൊക്കെയുള്ള കുടിയെതിരപ്പെടുത്തും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പണ്ടത്തെ പോലെയാണ്. കോവിഡ് കാലത്ത് ഞങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു. 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ കൊടുക്കും. ഇവരൊന്നും കൊടുത്തില്ല, കേന്ദ്രം കൊടുത്തത് മാത്രമേ. പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. രാജ്യം പാസ്സാക്കിയ നിയമം അനുസരിച്ച് ഞങ്ങൾ പാസ്സാക്കിയതല്ല, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോൾ പാസ്സാക്കിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കേന്ദ്രം നൽകേണ്ട കാര്യങ്ങൾ നൽകാതെ. അല്ല, AN രാധാകൃഷ്ണനെ കുറിച്ച് സോഫാർ ഒരു ആരോപണം വന്നിട്ടില്ല. AN രാധാകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. വളരെ വർഷങ്ങളായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്നലെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീ AN രാധാകൃഷ്ണൻ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ട്രസ്റ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ട്രസ്റ്റാണ്. പക്ഷെ ആ ട്രസ്റ്റ് ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. സോഫാർ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും എവിടുന്നും ഉയർന്നിട്ടില്ല. ഉയരാത്ത കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഇപ്പോഴേ സംശയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിനെയാണ് പാർട്ടി ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നത്. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസാണ്. അവർ വിശദമായിട്ട് അന്വേഷിക്കും. ഈ അനന്തഭൂഷൺ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ ഏതൊക്കെ രീതിയിലാണ് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ശ്രീ AN രാധാകൃഷ്ണന്റെ ട്രസ്റ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ തരും. ഇപ്പോ ശ്രീ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെയും ശ്രീ AN രാധാകൃഷ്ണനെയും സംശയിക്കാനായിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല. പോലീസിനും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതായിട്ട് തോന്നുന്നില്ല. കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തുന്നില്ല. അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ശ്രീ AN രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ ട്രസ്റ്റും തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ. ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, ശരിക്കും അന്വേഷിക്കണം. കാരണം വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിൽ ഒരുപാട് പേരെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. പല മന്ത്രിമാരെയും അടക്കം പിന്നെ ഫോട്ടോ വെച്ച് ധാരാളം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ശരിയായിട്ട് അന്വേഷണം നടത്തി കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിന് 3500 രൂപ കിട്ടുന്നു. ഇന്നും എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചു, മോദി 3500 രൂപ 10ാം ക്ലാസ് പാസ്സാകും. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP ഇതിൽ ഒരു തരത്തിലും കബളിപ്പിച്ചിട്ടില്ല. BJP എവിടെയും ഇതുമായിട്ട് നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തിനുള്ള അനുമതി നൽകുന്നത് PMO ആണ്. ആരെയൊക്കെ കാണണം, ആരെയൊക്കെ കാണണത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരോപണം അല്ലല്ലോ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഓഫീസിലും അറിയാം, PMO ഗൗരവമുള്ള ആരെങ്കിലും ചോദിച്ചതാണ്.
ചോദിക്കാനാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ